ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ സംസ്ഥാനത്ത് ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചാണ്. അതായത് നമുക്കറിയാം, അതുണ്ടാക്കി വയ്ക്കുന്ന ദുരിതങ്ങളും അല്ലെങ്കിൽ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ദിവസവും പല കാഴ്ചകളിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. കാരണം ഏതൊരവസ്ഥയ്ക്കും രണ്ട് സൈഡുണ്ടല്ലോ. കാരണം ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാകും, അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫ്ലിപ്പ് സൈഡ് അല്ലെങ്കിൽ മറുപുറം നെഗറ്റീവ് സൈഡ് ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളിലും നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്കാളെ കിട്ടുന്നുണ്ട്. മൈനസ് അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ചില വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിന് വിധേയമല്ലാത്ത ചില പ്രവൃത്തികൾ, ക്രൈം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഡ്രഗ്സിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ, അതുവഴി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിത്യം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഭാഗം കേരളത്തിൽ വരാൻ തുടങ്ങിയ ശേഷം ഏകദേശം 40 ലക്ഷത്തോളം അന്യസംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. 40 ലക്ഷം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ സംഖ്യയൊന്നുമില്ല. അപ്പം അത്രയും ഈ ആൾക്കാർ ഇവിടെ നിന്ന് ജോലി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കറിയാം, എല്ലാം ഈ അൺസ്കിൽഡ് ഇൻ ദ സെൻസ് നമുക്ക് വളരെ എന്താണ് പറയുന്നത്, ഏറ്റവും അൺസ്കിൽഡ് നമുക്ക് തന്നെ പറയാം. എന്നുവെച്ചാൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, ഈ ഫോർമലായിട്ടുള്ള സ്കില്ലൊന്നും ഇല്ലാത്ത മേഖലകളൊക്കെ തന്നെ നമുക്കറിയാം. ഹോട്ടൽ, പ്ലാന്റേഷൻ, കൺസ്ട്രക്ഷൻ അതുപോലുള്ള മേഖലകളൊക്കെ തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത്, അല്ലേ? നമുക്ക് അവരെ ഈ മേഖലകളിലൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ തൊഴിലാളികളെ സംബന്ധിച്ച് ഇപ്പോൾ കേരളം നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളി ക്ഷാമം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നുവെച്ചാൽ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഈ പറഞ്ഞ തൊഴിലാളികളുടെ എണ്ണങ്ങൾ ഇപ്പോൾ കേരളത്തിലുള്ള കുറവാണ്. എന്നുവെച്ചാൽ ആസാം, ബംഗാൾ, ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇലക്ഷന് മുമ്പ് തന്നെ അവിടുത്തെ ഈ വോട്ടർ പട്ടിക പുതുക്കുക എന്നുള്ള പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരവിടുന്ന് പിന്നെ അവരുടെ സ്ഥലങ്ങളിലേക്ക് പോവുകയും ഇപ്പോൾ അതിനകത്തിൽ പോയിട്ടുള്ള ഒത്തിരി തൊഴിലാളികൾ തിരികെ കേരളത്തിൽ വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ഷാമം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നേരിടുന്ന ഇപ്പം ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് ഇപ്പോൾ അവരാവശ്യപ്പെടുന്ന ദിവസക്കൂലിയിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള തൊഴിൽ ചൂഷണവും പിന്നെ വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ശരിക്കും ഈ പറഞ്ഞ വീഡിയോക്കത്തിൽ സംസാരിക്കുന്നത്, അവരുണ്ടാക്കി വെക്കുന്ന കുഴപ്പത്തെക്കുറിച്ചല്ല. അപ്പം നമുക്കറിയാം, വളരെ ഹാർഡ് ലേബർ വേണ്ട എല്ലാ മേഖലകളിലും ഏറ്റവും കൂടുതൽ വിന്യസിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ അന്യ സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളാണ്. അപ്പോൾ ഒരു മേഖലയും തന്നെ അവരില്ലാത്തതായിട്ടില്ല നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട്, കാരണം നമ്മളുൾപ്പെടെയുള്ള കേരളത്തിലെ ആൾക്കാർ ഈ ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാവുകയും അവർ നല്ല രീതിയിൽ ഇവിടുന്ന് ജോലി ചെയ്ത പൈസ അവരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് നമുക്കൊരു നമ്മളെല്ലാം ഗൾഫിലൊക്കെ പോയിട്ട്, നമ്മൾ NRIs ഒക്കെ പോയിട്ട് അവിടുന്ന് റെമിറ്റൻസ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന പോലെ തന്നെ കേരളത്തിൽ നിന്നും ഈ പറഞ്ഞ റെമിറ്റൻസ് ബംഗാളിലും ആസാമിലും അല്ലെങ്കിൽ അതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബീഹാറിലൊക്കെ തന്നെ റെമിറ്റൻസ്, കാരണം ഒരു മാസവും അല്ലെങ്കിൽ ഒരു വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ വളരെ കോടിക്കണക്കിന് രൂപ ആണ് കേരളത്തിൽ നിന്നും പിന്നെ പുറത്തേക്ക് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നത്. കാരണം ഇവർ ജോലി ചെയ്തിട്ട് സമ്പാദിക്കുന്ന പൈസ നമ്മുടെ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ നമ്മളുടെ സാമ്പത്തിക വികസനത്തിൻ്റെയൊക്കെ തന്നെ ഒരു പിന്നെ ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ. അപ്പം കൺസ്ട്രക്ഷന്, പ്ലാന്റേഷന്, അതുപോലെ തന്നെ കൃഷി, അഗ്രികൾച്ചർ, പിന്നെ നമുക്കറിയാം വീട്ടിലെ അതുപോലുള്ള പണികളൊക്കെ തന്നെ, പിന്നെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ഇതുപോലുള്ള മേഖലകളിലൊക്കെ തന്നെ വളരെയധികം ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ എവിടെ നമുക്ക് ഇവരെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കഴിഞ്ഞൊരു 1-2 ദശാബ്ദക്കാലമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ അത്യധികമായിട്ടുള്ള ഹാർഡ് ലേബർ വേണ്ട അല്ലെങ്കിൽ കായികമായിട്ടുള്ള അധ്വാനം വേണ്ട ജോലികൾ ചെയ്യേണ്ട എല്ലാ മേഖലകളും, ഇപ്പോൾ നമുക്ക് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് പൊതുവേ പറയാം. നമ്മുടെ വീടുകൾ പണിയുന്ന മേഖലകൾ പോലും തീർച്ചയായും അല്ലെങ്കിൽ അതുപോലുള്ള കൺസ്ട്രക്ഷൻ സെക്ടറിലൊക്കെ തന്നെ
ഈ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 40 ലക്ഷത്തോളം വരും അവരുടെ എണ്ണം എന്നാണ് ഈ പറഞ്ഞ കണക്കുകൾ പറയുന്നത്. അപ്പോൾ അത്യധ്വാനം എന്ന് വെച്ചാൽ ഹാർഡ് ലേബർ വേണ്ടി വരുന്ന എല്ലാ മേഖലയും ഈ പറഞ്ഞ ഇവരെ കൂടാതെ ഒരിക്കലും പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ തന്നെ എന്നുവെച്ചാൽ അവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കൺസ്ട്രക്ഷൻ മേഖല, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ഈ മേഖലകളൊക്കെ തന്നെ വളരെയധികം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പോയവരൊക്കെ തന്നെ തിരിച്ചു വരാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വശമാണ്. ഇനി മറുവശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരിടുന്ന വലിയ സാമ്പത്തിക ചൂഷണവും വേതന മോഷണം എന്നൊക്കെ പറയും. വേതന മോഷണം എന്ന് പറഞ്ഞാൽ വേജ് തെഫ്റ്റ് എന്നുവെച്ചാൽ തൊഴിലുടമ അല്ലെങ്കിൽ ഇവരെ എംപ്ലോയ് ചെയ്യുന്ന ആരും ആ പറഞ്ഞ വിഭാഗം ഇവരെ വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞൊരു വിഭാഗം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ വേജ് തെഫ്റ്റ് അല്ലെങ്കിൽ വേതന മോഷണം, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയിലും പരിസരത്തുമായിട്ട് തന്നെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മാത്രം 10 കോടി രൂപയിൽ കൂടുതൽ തൊഴിലുടമകൾ അല്ലെങ്കിൽ ഈ തൊഴിൽ ദാതാക്കൾ ഇവർക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊഴിലാളികൾക്ക് കിട്ടാനുണ്ടെന്നുള്ളതാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായിട്ടൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇന്ത്യ ലേബർ ലൈൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ എന്നുവെച്ചാൽ അൺഓർഗനൈസ് സെക്ടറിലെ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുടെ കണക്കനുസരിച്ചിട്ട് ഈ എറണാകുളവും സമീപ പ്രദേശങ്ങളിലെ കണക്കുകൾ മാത്രമാണ് പറയുന്നത്. 10 കോടി രൂപയിൽ പരം ഈ തൊഴിലാളികൾക്ക്, ഈ അന്യസംസ്ഥാനത്തുള്ള തൊഴിലാളികൾക്ക് തൊഴിലുടമകൾ അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കൾ അല്ലെങ്കിൽ അവരെ എംപ്ലോയ് ചെയ്യുന്ന ആരോ, ഇപ്പോൾ അത് ബ്രോക്കേഴ്സ് ആകാം, അല്ലെങ്കിൽ അതുപോലുള്ള മീഡിയേറ്റേഴ്സ് ആകാം, ആരും ആയിക്കോട്ടെ, അവർക്ക് ഈ പറഞ്ഞ തുക കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്കനുസരിച്ച് പറയുന്നത്. കേരളത്തിലെ മൊത്തം കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വരും. കാരണം ഇതൊരു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് സമീപ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ മാത്രമാണ് 10 കോടി എന്ന് പറഞ്ഞാൽ. എറണാകുളം ജില്ലയെ മാത്രം പരിഗണിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് സമീപ പ്രദേശങ്ങളിൽ ഉള്ള സ്ഥലങ്ങളുടെ പരിഗണിക്കുമ്പോഴാണ് ഈ 10 കോടി രൂപയിൽ കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ 14 ജില്ലകളും കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 10 കോടി എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു തുകയാകാനുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പലപ്പോഴും കാരണം നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കൂലി ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലുടമകൾ നൽകുവാൻ തയ്യാറാകത്തില്ല. അത് ഏറ്റവും വലിയ, അത് നമുക്കറിയാം. അത് പൊതുവേ നമ്മൾ പലയിടത്തും നേരിടുന്നൊരു വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് അസംഘടിത മേഖലയാകുമ്പോൾ തീർച്ചയായിട്ടും വൻതോതിലുള്ള ചൂഷണങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈവൻ മിഡിൽ ഈസ്റ്റിൽ, ഗൾഫിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ പല കമ്പനികളിലും പല തൊഴിലുടമകളും അവിടെ നിയമങ്ങളൊക്കെ ഇത്രയും കർക്കശമായിട്ട് തന്നെയും ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന തൊഴിൽ ദാതാക്കളും അല്ലെങ്കിൽ തൊഴിലുടമകളൊക്കെ തന്നെ ആ പ്രദേശങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ വളരെ കുത്തഴിഞ്ഞ അസംഘടിതമായിട്ടുള്ള മേഖലയിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഈ പറഞ്ഞ തൊഴിലാളികൾക്ക് വേണ്ടി ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനകത്ത് സംശയം അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിനകത്ത് അതിശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, ശനിയാഴ്ച നൽകേണ്ട പണം, കാരണം ശനിയാഴ്ച ആകുമ്പോൾ ഒരു പക്ഷേ വീക്കിലി പേയ്മെൻറ്റ് ചെയ്യേണ്ട സമയമായിരിക്കും. അത് അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റിയോ അല്ലെങ്കിൽ ഒരു മാസത്തെ ശമ്പളം അടുത്ത മാസം പകുതിയാകുമ്പോൾ തരാമെന്നൊക്കെ ഉള്ളൊരു വ്യാജേന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് തൊഴിലാളികൾക്ക് കൊടുക്കാതെ, എന്നുവെച്ചാൽ അവരെ നിർബന്ധിതമായിട്ട്, കാരണം പൈസ കിട്ടാനുള്ളതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ജോലിക്ക് വരും, അവരെക്കൊണ്ട് ജോലി എടുപ്പിക്കുക എന്നുള്ളൊരു ഫോഴ്സ്ഡ് ലേബർ ടാക്ടിക്സ് എന്ന് നമുക്ക് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ നിർബന്ധിതമായിട്ട് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുക. കാരണം പൈസ കിട്ടുന്നതാണ് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ പോയവരുള്ളൂ. ഇന്ന് കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വൻതോതിലുള്ള ചൂഷണങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ തന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നമ്മളുടെ മലയാളികളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും തൊഴിൽ ദാതാക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ വേതനം കൊടുക്കേണ്ട ആൾക്കാരുണ്ടല്ലോ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അന്യസംസ്ഥാനത്തുള്ള തൊഴിലാളികളെ വൻതോതിൽ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അസംഘടിത മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം, അസംഘടിത മേഖലയ്ക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഓർഗനൈസ് സെക്ടർ അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒത്തിരി പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകും തൊഴിലാളികളെ സംബന്ധിച്ച്. കാരണം അവരവിടെ ജോലി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല, റെക്കോർഡൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഓർഗനൈസ് സെക്ടറിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണ് പറയുന്നത്, ഒരു ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, സംഘടന അല്ലെങ്കിൽ സംവിധാനമാണെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമുക്കവിടെ റെക്കോർഡ് ഉണ്ടാകും. അവരുടെ
പിന്നെ ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകും, പ്രൂഫ് ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു ജോലി സ്ഥലത്ത് ഒരു ഓഫീസിൽ ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ തന്നെയും, അല്ലെങ്കിൽ ഈവൻ നമുക്കറിയാം ഈ തൊഴിലുറപ്പെന്നുള്ളൊരു സംവിധാനം. ഇപ്പോൾ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഓർഗനൈസ്ഡ് സെക്ടറാണ് ശരിക്കും. കാരണം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തിൽ പ്രൂഫുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്, ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, രേഖകളുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഈ പറഞ്ഞ ഇതുപോലുള്ള ചൂഷണങ്ങൾ നടക്കാനുള്ള സാധ്യത നമുക്കില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ളിടത്ത് ഒരു കമ്പനി അല്ലെങ്കിൽ ഫാക്ടറി അതുപോലുള്ള സംവിധാനം, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുള്ളിടത്തൊന്നും ഇതുപോലുള്ള ചൂഷണം നടക്കാനുള്ള സാധ്യതയില്ല. ഇത് അസംഘടിതമാണ്, എന്നുവെച്ചാൽ കുത്തഴിഞ്ഞാണ്. കാരണം ആരും ചോദിക്കാനും പറയാനുള്ള സിസ്റ്റമില്ല, ഓർഗനൈസ്ഡ് അല്ല. പിന്നെ ഇതിന് നിയമത്തിൻ്റെ പ്രൊട്ടക്ഷനൊന്നുമില്ല, പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച്, ഈ പറഞ്ഞ തൊഴിലാളികളെ സംബന്ധിച്ച്. അവർക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഇടങ്ങളൊന്നുമില്ല. കാരണം ഒരിടത്ത് പേർക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ലാർജ് സ്കെയിലുള്ള വൻതോതിലുള്ള ചൂഷണങ്ങൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കാണുവാനും കഴിയുന്നുണ്ടെന്നാണ് ഈ പറഞ്ഞ ഒരു ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ലാക്ക് ഓഫ് പ്രൂഫ് അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഈ റെക്കോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യങ്ങൾ ഈ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുന്നത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ബുദ്ധിമുട്ടാകും. കാരണം അവർക്ക് നമുക്കെന്തെങ്കിലും തരത്തിലുള്ളൊരു ഡോക്യുമെൻറ്റേഷനോ റെക്കോർഡോ അല്ലെങ്കിൽ പ്രൂഫോ അല്ലെങ്കിൽ ലീഗലി വാലിഡായിട്ടുള്ള ഏതെങ്കിലും തരത്തിലൊരു റെഫറൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്, സാർ ഞങ്ങൾക്ക് കൂലി കിട്ടിയില്ല, അല്ലെങ്കിൽ വേതനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവരോട് പോലീസുകാർ തീർച്ചയായിട്ടും ഈ എംപ്ലോയറെ വിളിച്ചിട്ട്, അവർ പറയുന്ന എംപ്ലോയറെ വിളിച്ചിട്ട് റെക്കോർഡ് ചോദിക്കും. ആ എംപ്ലോയർ പറഞ്ഞ സാറേ അവർ ഞങ്ങളോട് ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളൊരു പിന്നെ എന്താണ് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ ഒരു NGO ഉണ്ട്, അതായത് ഈ സെൻറ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് CMID എന്ന് പറഞ്ഞൊരു NGO ഉണ്ട്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നുള്ളത് NGO. അപ്പോൾ അവരുടെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനോയ് പീറ്ററാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ റിപ്പോർട്ടിൽ കൂടെ നമുക്ക് നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള ക്രെഡിബിളായിട്ടുള്ള ചില വിവരങ്ങളാണ്. കാരണം അവരിലൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിന് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്, ക്രൈമിനകത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ തന്നെയും പിന്നെ മാന്യമായിട്ടും ന്യായമായിട്ടും ജോലി ചെയ്യുന്ന ആൾക്കാരും ഒട്ടനവധിയുണ്ട്, തീർച്ചയായിട്ടും. അപ്പം എന്തൊക്കെയായാലും ശരി, ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ തൊഴിലാളികൾ നേരിടുന്ന പല പ്രശ്നങ്ങളിലൊന്നാണ് ഈ വേതന മോഷണവും സാമ്പത്തിക ചൂഷണവും തമ്മിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ വ്യാജ കേസുകളും ഭീഷണികളും. അത് നമുക്കറിയാം. ഇപ്പം ശമ്പളം കൊടുക്കുന്നില്ല, അപ്പോൾ ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ മുതലാളി, അതായത് ഈ തൊഴിൽ ദാതാവ് കേസിൽ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതായത് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അവർ ചോദിക്കുകയോ, ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയോ, അല്ലെങ്കിൽ അത് തൊഴിൽ ദാതാവിനോട് അവരത് ഡിമാൻഡ് ചെയ്യുമ്പോഴൊക്കെ തന്നെ അവരെ കള്ളക്കേസിൽ കൊടുക്കുന്ന ചില രീതികളും ഇപ്പോൾ വ്യാപകമാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു തൊഴിലാളി കാലടി മേഖലയിൽ 25,000 രൂപ മോഷ്ടിച്ചു, കൂലി ചോദിച്ചപ്പോൾ 25,000 രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ കേസ് കൊടുത്തു. കൗണ്ടർ കേസ് നൽകിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് താമസ സൗകര്യം പലപ്പോഴും തൊഴിലുടമകൾ തന്നെ നൽകുന്നുണ്ട്. അവിടെ നിന്ന് ഇറക്കി വിടുന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ട്. അപ്പോൾ കാരണം ഇതുപോലുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു പക്ഷേ ഇപ്പോൾ രാത്രിയിലൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ, രാത്രിയിലെ ചെയ്യത്തുള്ളായിരിക്കുമല്ലോ, ഒരു പക്ഷേ അവർക്ക് മറ്റൊരു പിന്നെ എന്താണ് പറയുന്നത് താമസ സൗകര്യം പെട്ടെന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ രാത്രിയിൽ അവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു ഇടം കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ അവർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ പഠനങ്ങൾ എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി മോഷണവും വൻകിട തട്ടിപ്പുകളും അവരുടെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ എന്താണ് ഈ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ പല തൊഴിൽ ദാതാക്കളും ഒക്കെ തന്നെ നടത്തുന്നുണ്ടെന്നാണ് ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം പിന്നീട് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് സിം കാർഡുകൾക്കോ മറ്റോ അവർ നൽകുന്ന അവരുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചിട്ട് GST തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. മലയാളികളാണ് ഇതൊക്കെ നടത്തുന്നത്, മനസ്സിലായല്ലോ. അതായത് പെരുമ്പാവൂരിൽ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പിന്നെ പുള്ളി നേരിട്ടൊരു വിഷയമാണ്. 16 കോടി GST അടയ്ക്കാണ്ടെന്നും ചൂണ്ടിക്കാണിട്ട് ബാങ്ക് നോട്ടീസ് പുള്ളിക്ക് ലഭിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ഈ ഡോക്യുമെൻറ്റ് പിന്നെ ഫോർജ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പാവപ്പെട്ട തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള അനധികൃതമായിട്ടുള്ള പണമിടപാടുകളും നടക്കുന്നുണ്ട്. അപ്പം പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ട് രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ചൂഷണവും
ഭീഷണിയും ഒക്കെ തന്നെ ഈ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികളെ പിന്നെ എന്താണ് പറയുന്നത് അവർ നേരിടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള വലിയൊരു വിഷയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് നമ്മളുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളോ നിയമ സംവിധാനങ്ങളോ ഒന്നും തന്നെ കാര്യമായിട്ട് ഇതിനെ കണക്കിലെടുക്കുന്നില്ല. കാരണം ഇത് അന്യസംസ്ഥാന തൊഴിലാളി എന്നുള്ളൊരു വിഷയമല്ല, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ചൂഷണങ്ങളും ഒക്കെ തന്നെയാണ് ഇത് വിഷയം. അപ്പം ഞാൻ പറഞ്ഞ നമ്മൾ ഏതൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഏത് വ്യക്തിക്കെതിരെ ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ ആ കേസ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മെറിറ്റ് അനുസരിച്ചിട്ട് ഇപ്പം ഈ ലീഗൽ ആണോ ഇല്ലീഗൽ ആണോ എന്നുള്ളൊരു വിഷയം മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാകേണ്ട ആവശ്യമുള്ളൂ. അതാണല്ലോ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനമുള്ള സമൂഹം അല്ലെങ്കിൽ രാജ്യം നടപ്പിലാക്കേണ്ടത്. അല്ല നമ്മളെ കേരളത്തെ സംബന്ധിച്ച് അന്യസംസ്ഥാന തൊഴിലാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നടക്കുന്ന ഏത് പിന്നെ ഈ പറഞ്ഞ ചൂഷണവും ഭീഷണിയും അല്ലെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളും കണ്ടില്ല കേട്ടില്ല നടക്കുന്നത് ശരിയായിട്ടുള്ളൊരു നയപരിപാടിയല്ല തീർച്ചയായിട്ടും. കാരണം ഒരു ഇന്ത്യൻ പൗരനെതിരെ ഓക്കെ അതിലൊത്തിരി ഫ്രോഡുലൻ്റായിട്ടുള്ള കേസുകളുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യൻ പൗരരല്ലാത്ത ഒത്തിരി ആൾക്കാരും ഉണ്ടാകാം, ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പലരും ഉണ്ടാകില്ലെന്നല്ല പറഞ്ഞത്. എന്നാലും പൊതുവെ ഞാൻ പറയുന്നത് ഒരു കേസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് വേണം നമ്മളതിനെ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന വ്യാപകമായിട്ടുള്ള വിഷയങ്ങളാണ്. കാരണം അത് ഒരു സംസ്കാരമായി മാറിക്കഴിഞ്ഞാൽ നാളെ ഈ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികൾ കാരണം നമുക്കൊരു പ്രതിഭാസത്തെയും സ്ഥിരമായി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു കാലഘട്ടം കഴിഞ്ഞൊരു പക്ഷേ അവർക്ക് ഇവിടുന്ന് പിൻവാങ്ങി പോകേണ്ടി വരും. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിലുള്ള ആൾക്കാർക്ക് തന്നെ ഒരു പക്ഷേ നമ്മുടെ ഈ സമ്പദ് വ്യവസ്ഥയിൽ ഇതുപോലുള്ള മേഖലകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള മേഖലയില്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലൊക്കെ തന്നെ വീണ്ടും നമുക്ക് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചൂഷണങ്ങളും ഇങ്ങനെയുള്ള ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ള സംസ്കാരങ്ങളും അല്ലെങ്കിൽ തൊഴിൽ ഉടമകളുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള രീതികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഇനിയും വരുന്ന എന്താണ് പറയുന്നത് ആൾക്കാർ ഒരുപക്ഷെ കാരണം ഇത് നിയമപരമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിനെ ലീഗലായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉള്ളൊരു ഗവൺമെൻറ് നമുക്ക് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടെന്ന് അവർ ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ പിന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും ഈ പറഞ്ഞ മേഖലകളിൽ നടക്കുന്ന ചൂഷണവും അതുപോലെ തന്നെ അഴിമതികളും ഈ എവർക്കെതിരെയുള്ള ഈ വ്യാപകമായിട്ടുള്ള ഇതുപോലുള്ള പിന്നെ ഭീഷണികളും ഒക്കെ തന്നെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ നമ്മൾ അവരുടെ രേഖകൾ പിന്നെ മിസ്യൂസ് ചെയ്തിട്ട് അവർക്കെതിരെ അവരെ വെട്ടിലാക്കുന്ന പരിപാടികളൊക്കെ തന്നെ വ്യാപകമാണ്. കാരണം ഇതൊരു കേസ് മാത്രമേ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു കേസായിരിക്കത്തില്ല, നൂറുകണക്കിന് കേസുകൾ ഇതുപോലെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. കാരണം അത് നമ്മുടെ സമൂഹത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിനെ കൂടുതൽ ഈ അരാജകത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഏത് തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളെയും അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അല്ല ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെയുള്ളൊരു പ്രശ്നമായതുകൊണ്ട് അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം, അവർക്കാരും ചോദിക്കാനും പറയാനുമില്ല എന്ന് നമ്മൾ വിചാരിച്ച് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന എന്താണ് പറയുന്നത് വീഴ്ച അല്ലെങ്കിൽ വലിയ തോതിലുള്ള അപകടങ്ങൾ അത് പിന്നീട് ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ തന്നെ ഒരു പക്ഷേ ഇതൊക്കെ കൈവിട്ടു പോയിട്ടുള്ള കേസുകളാണ്. കാരണം ഇതിനെ യാതൊരു രീതിയിലുള്ള നിയന്ത്രണവും അല്ലെങ്കിൽ ഇതിനെ മാനേജ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതുപോലുള്ള കാര്യങ്ങളിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനകത്തിൽ പിന്നെ ശ്രദ്ധ ചെലുത്തേണ്ട വളരെ അത്യാവശ്യമുണ്ട്. ഇതിനെ അടിയന്തരമായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സുരക്ഷാ വീഴ്ചകളും പരിഹാരമില്ലാത്ത കേസുകളൊക്കെയാണ്. സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് അൺഓർഗനൈസ്ഡ് ആയതുകൊണ്ടും നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം അറിയാമല്ലോ, അത് തോന്നിയ രീതിയിൽ അവരവരുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. സിസ്റ്റമില്ല, പ്രത്യേകിച്ച് നിയമം ഒരിടത്തും അനുസരിച്ച് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി മെഷേഴ്സ് ഇല്ല, അല്ലെങ്കിൽ പാലിക്കേണ്ട ചട്ടങ്ങളില്ല, എല്ലാം നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോലിക്കിടയിൽ പല അപകടങ്ങൾ നമുക്ക് കാണുകയും കേൾക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട്, മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അംഗഭംഗങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള എന്താ പറയുന്നത് കാലൊടിയോ കൈയൊടിയോ കൈ നഷ്ടപ്പെടുകയോ മുറിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഇല്ലേ, വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുന്ന ഒത്തിരി സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ ഇവിടുത്തെ നിലവിൽ സംവിധാനങ്ങളില്ല എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അവർ ഈ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഭരണത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും അവർ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റും ഒക്കെ ഇവിടെ ഉള്ളപ്പോഴാണ് ഇതുപോലുള്ള സംവിധാനങ്ങളില്ല, ഫലപ്രദമായിട്ടുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളത് നിലനിൽക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു വൈരുദ്ധ്യം നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളത് അതിപ്പോൾ നമ്മുടെ മലയാളികളുടെ കാര്യത്തിലായാലും ശരി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെല്ലാം അതിൻ്റെ വഴിക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ട്രൈബ്യൂണലുകളിൽ ഇത്തരം കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോകുന്നു. അതുപോലെ തന്നെ അപകടം നടന്നാൽ പോലീസ് FIR ഇടാനൊക്കെ സമ്മതം എന്നുവെച്ചാൽ കാരണം രേഖകളില്ല, റെക്കോർഡില്ല, വേറെ ക്രെഡൻഷ്യലില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇതുപോലുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഇവിടെ നിലനിൽക്കുന്ന ഭരണകൂടവും ഭരണ സംവിധാനവും നിയമ സംവിധാനവുമാണ്. ഇത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ കാരണം അരാജകത്വം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അടിമുടി അരാജകത്വം ഉണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഉദാഹരണങ്ങളിൽ കൂടി ഇവിടെ നടക്കുന്ന ഉദാഹരണങ്ങളിൽ കൂടെ നിത്യം നടക്കുന്ന, കാരണം ഐസൊലേറ്റഡ് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട എന്ന് പറയുന്ന ഒരു സംഭവമില്ല. കാരണം ഇതെല്ലാം നമ്മൾ റെപ്പറ്റേറ്റീവായിട്ട് സ്ഥിരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് നമ്മുടെ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ രാജ്യത്തിലും ഈ കേരളത്തിലൊക്കെ തന്നെ ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം വൻതോതിലുള്ള അരാജകത്വങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിയമ സംവിധാനങ്ങൾ വളരെ എഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഭരണകൂടങ്ങൾ കൃത്യമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണങ്ങളാണ്. അപ്പോൾ വോട്ട് ബാങ്ക് അല്ലാത്തതിനാൽ രാഷ്ട്രീയ പാർട്ടികളോ ട്രേഡ് യൂണിയനുകളോ ഒന്നും തന്നെ ഇതിനകത്തിൽ ഇവരുടെ പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടാൻ തയ്യാറല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നുണ്ട്. കുറഞ്ഞ സാലറി വേജിൽ അല്ലെങ്കിൽ വേതനത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിച്ചും, അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട്. ഇപ്പോൾ ESI, PF അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ സാധാരണ ഓർഗനൈസ് സെക്ടറിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പ്രിവിലേജസ്, അല്ലെങ്കിൽ ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊന്നും തന്നെ, അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളൊന്നും ഇവരെ ഉൾപ്പെടുന്നില്ല. കാരണം ഇതെല്ലാം എംപ്ലോയർക്ക് കൂടുതൽ തലവേദനയും കോസ്റ്റും ഒക്കെ ഉണ്ടാക്കി വെക്കും എന്നുള്ളത് കൊണ്ടും ഇവർക്ക് കൃത്യമായിട്ടുള്ള രേഖകളില്ലാത്തതുകൊണ്ടും ഒക്കെ തന്നെ ഈ പറഞ്ഞ സംവിധാനങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികൾ വൻതോതിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഉണർത്തുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു മോഡേൺ സ്ലേവറി പല വിധത്തിൽ എല്ലായിടത്തും ഓർഗനൈസ് സെക്ടറിൽ തന്നെ മോഡേൺ സ്ലേവറി നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അൺഓർഗനൈസ് സെക്ടറിലെ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമല്ല ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിയമ നടപടികളും സാമൂഹിക ഇടപെടലുകളും ഒക്കെ തന്നെ നിയമം, അതായത് ഭരണകൂടത്തിൻ്റെയും നിയമ സംവിധാനത്തിൻ്റെയൊക്കെ തന്നെ ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ് ഈ ഒരു മേഖലയെ സംബന്ധിച്ച്. അത് അന്യസംസ്ഥാന തൊഴിലാളികളായതുകൊണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വൻതോതിലുള്ളൊരു ഇല്ലീഗലായിട്ടുള്ള റാക്കറ്റ് പോലാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു നിയമവിരുദ്ധമായിട്ടുള്ള റാക്കറ്റാണ്. അപ്പോൾ ആ റാക്കറ്റിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതും, ഇതുപോലെ ജോലി, ഹ്യൂമൻ ഡിഗ്നിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ തീർച്ചയായിട്ടും, കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ 24 മണിക്കൂറും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ. ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങളുടെ അവകാശം, ഇവിടുത്തെ മനുഷ്യാവകാശം. അപ്പം ഇവിടുത്തെ മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ പറയാൻ ഒത്തിരി ഏജൻസീസും ആൾക്കാരും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വായടഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് മനുഷ്യാവകാശ ലംഘനങ്ങളായതുകൊണ്ടും, അതുപോലെ തന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റിക്കും താഴെ ഉള്ള അവസ്ഥകളിൽ ഇതുപോലുള്ള ഒരു കൂട്ടം ആൾക്കാരെ, വലിയൊരു കൂട്ടം ആൾക്കാരെ അണിനിർത്തിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഗവൺമെൻറ്റിനകത്തിൽ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും മറ്റു രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയൊക്കെ ചെയ്യേണ്ടത് ഇന്ന് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ തൊഴിലാളികളെ കുറവ് നമ്മൾ പറഞ്ഞു. അവർ ഈ പറഞ്ഞ ഈ ഇലക്ഷൻ സമയത്ത് ആസാമിലേക്കും ബംഗാളിലേക്കൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ പോയത് മാത്രമല്ല, ഈ വോട്ടർ പട്ടികയിൽ അവിടുത്തെ SIRലൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്നുള്ള പേടി കൊണ്ട് നേരത്തെ തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് അവർ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ 40 ലക്ഷത്തോളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഏകദേശം 10-28 ലക്ഷത്തോളം തൊഴിലാളി ഈ പറഞ്ഞ 2 സംസ്ഥാനങ്ങളിൽ നിന്ന്
ഉള്ളത് കൊണ്ട് അവർ ഭൂരിഭാഗം ഇതിലെ കേരളത്തിലേക്ക് തിരിച്ചു വരാത്തതുകൊണ്ട് വലിയൊരു ലേബർ ക്രൈസിസ് ഇവിടെ കടുത്ത ലേബർ ക്രൈസിസ് നമ്മൾ നേരിടുന്നുണ്ട്. അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഗൾഫിലെ ക്രൈസിസ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഇല്ല പറഞ്ഞോട്ട് ഉന്തിൻ്റെ ഒരു തള്ള് എന്നുള്ള ഒരവസ്ഥയിലാണ് കേരളം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നമ്മളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകളെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രശ്നം വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ് ഈ തൊഴിലാളി ലേബർ ക്രൈസിസ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം പോയവരെ തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് അതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ ജോലി എടുക്കുന്ന തൊഴിലാളികളുടെ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിയമവിധേയമായിട്ടുള്ള അല്ലെങ്കിൽ നിയമ സംവിധാനം ലോ ആൻഡ് ഓർഡർ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോ വയലേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചൂഷണങ്ങൾ നടക്കുന്ന എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രദ്ധ ചെല്ലുകയും ഗവൺമെൻറ്റും നിയമ സംവിധാനങ്ങളും കാര്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ഇത്രയും തൽക്കാലം ബ്രീഫായിട്ട് പറയാനുള്ളൂ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.